അപ്പോൾ ഷമ്മാസിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. നിരാശയായിരുന്നു, പക്ഷേ കുറെ കൂടി കുറ്റമറ്റ രീതിയിൽ അത് നടത്താനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പറയുകയും ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ഐഡിയൽ കടകശ്ശേരിയുടെ അടുത്തേക്കാണ്. ഐഡിയൽ കഴിഞ്ഞ തവണ വിറപ്പിച്ച ടീമാണ്. ഇത്തവണയും വളരെ ശക്തമായൊരു നിരയും കൊണ്ട് 50 പേരടങ്ങുന്ന താരനിരയുമായാണ് ഇക്കുറി ഐഡിയൽ കടകശ്ശേരി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. മാർബേസിലിന്റെ അവരുടെ പ്രധാനപ്പെട്ട ഇനമായ പോൾ വാൾട്ട് അതിൽ ഇക്കുറി ഒന്ന് പോരാടി നോക്കാൻ ഞങ്ങളുമുണ്ട് എന്ന് ഐഡിയൽ കടകശ്ശേരി പറയുകയാണ്. നിതിൻ സേവർ ഒരിക്കൽ കൂടി ചേരുകയാണ്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇങ്ങനെ ആരംഭം കുറിച്ചിരിക്കുന്നു. ഇവിടെ കായിക പ്രേമികൾ അല്ലെങ്കിൽ അത്ലറ്റിക് ആരാധകരൊക്കെ കൂടുതൽ കാത്തിരിക്കുന്ന ടീമുകളിലൊന്നാണ് ഐഡിയൽ കടകശ്ശേരി. ആ ഐഡിയൽ കടകശ്ശേരിയുടെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെയാണ് നമുക്ക് ചേരുന്നത്. നിലവിലെ ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി, നിലവിലെ ചാമ്പ്യന്മാരെന്നല്ല, കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി അത്ലറ്റിക്സിൽ ഐഡിയൽ കടകശ്ശേരിക്ക് വെല്ലുവിളി ഉയർത്താൻ നിലവിൽ മറ്റ് സ്കൂളുകൾക്കൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. അതിനനുസരിച്ച് ഇത്തവണയും വലിയ സംഘവുമായാണ് എത്തിയിരിക്കുന്നത്. 50 വിദ്യാർത്ഥികൾ, 50 കായിക താരങ്ങളാണ് ഇത്തവണയും ഐഡിയൽ കടകശ്ശേരിയുടേതായി തിരുവനന്തപുരത്തേക്ക് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. അവരുടെ പരിശീലകരും മാനേജറും നമുക്കും ചേരുന്നുണ്ട്. ഷാഫി എന്നുള്ള പേര്. അപ്പം എങ്ങനെയാണ് ഈ എത്ര കുട്ടികളാണുള്ളത്, എന്തൊക്കെയാണ് ഇത്തവണ? ഞങ്ങൾ 50 അംഗ സ്ക്വാഡായിട്ടാണ് ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പിന് വന്നിട്ടുള്ളത്. ഐഡിയലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് കിരീടം ഉയർത്തിയ ഒരു സ്റ്റേഡിയമാണ് ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, ട്രിവാൻഡ്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ലക്ക് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ ടീമിനെ വാർത്തെടുത്തിട്ടുണ്ട്. നല്ല കോച്ചസിൻ്റെ ഒക്കെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട്. മിസ്റ്റർ നദീഷ് ചാക്കോയും അതേപോലെ ടോമി ചെറിയാനും അഖിലും ഹാരിസൊക്കെ ഉൾപ്പെടെയുള്ള നല്ലൊരു കോച്ചസിൻ്റെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ കൂടെ സപ്പോർട്ടിനുണ്ട്. ഈ പോൾവാട്ടൊക്കെ പറയുമ്പോൾ മാർബേസിലിൻ്റെ ഒരു കുത്തകയായിരുന്നു കുറേ കൊല്ലം. അപ്പം ഒരു സൗഹൃദപരമായ പോരാട്ടം ഈ ഗ്രൗണ്ടിലുണ്ട് മാർബേസിലുമായി. കാരണം ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള സ്കൂളുകളിലൊന്നും മാർബേസിലാണ്. അപ്പം അവരുടെ കുത്തകയായ പോൾവാട്ടിലും കൂടെ കൈവച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഞങ്ങൾക്ക് നേരത്തെ ജമ്പ് ഈവൻറ്റുകൾ ഉണ്ടായിരുന്നു, ട്രാക്ക് ഈവൻറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ പോൾ വാൾട്ട് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ പോൾ വാൾട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി അഖിൽ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പോൾ വാൾട്ട് കോച്ചിനെ ഞങ്ങൾ. അപ്പോൾ ഇൻക്ലൂസീവ് വിഭാഗത്തിന്റെ മത്സരങ്ങൾ ഒരു വശത്ത് പൂർത്തിയായി. നാളെയാണ് അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. 100 മീറ്റർ ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. പ്രത്യേക പരിപാടി ഇന്നിപ്പോൾ തൽക്കാലം അവസാനിക്കുകയാണ്. ഇനി ഈവനിംഗ് ന്യൂസിൽ മുഹമ്മദ് നൌഫൽ ചേരും.